നാലാമത്തെ സെഷനിൽ 5 ക്വസ്റ്റ്യനാണ് തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 4.8 വരെ ഉണ്ടാവും. അതിൽ നിന്ന് 5 തിരഞ്ഞെടുത്ത് എഴുതണം. ഇവിടെ ചോദിക്കുന്നത് തെറ്റോ ശരിയോ എന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തരും, അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അത് 4.1 ക്വസ്റ്റ്യൻ വരുന്നത്. പാശ്ചാത്യ ലോകത്തിൻ്റെ സംസ്കാര പ്രഭാവം ഗ്രീസ് ആണെന്നുള്ളത് സർവ്വവിദിതമാണ്. ഇത് ഏത് ചാപ്റ്ററിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? അതായത് നമ്മുടെ കഥയും കഥാപാത്രവും എന്ന ഗീതാ ഹിരണ്യൻ്റെ ചാപ്റ്റർ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ടാണ് ഗ്രീസിനെ കുറിച്ച്, റോമക്കാരെ കുറിച്ച്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4.2 എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മുടി മുറിക്കാത്തതിന് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ശുരകനോട് കോപിച്ചു. അപ്പോൾ ശുരകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ ശുരകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ശുരകനോട് കോപിച്ചു എന്ന് പറഞ്ഞതാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ആൻസറാണ്? അല്ല, ഇത് തെറ്റാണ്. അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും തന്നെ കോപിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ളതാണ്. തെറ്റെന്ന് എഴുതിയാൽ മതി ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.3 കൂട്ടിലെ കിളിക്ക് മർത്യരുടെ പരിലാളനം ശാന്തി നൽകുന്നു. ശാന്തി നൽകുന്നുണ്ടോ? ഇല്ല. ഇതും തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. എന്തുകൊണ്ട്? അതിനെങ്ങനെയെങ്കിലും വാനിലേക്ക് ഉയർന്നാൽ മാത്രം മതി എന്നാണ് അതിൻ്റെ ഒരേ ഒരു ചിന്ത വരുന്നത് അല്ലേ. വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിന്നൊട്ടു പാറിപ്പറക്കട്ടെ വാനിൽ ഞാൻ എന്നാണ്. അപ്പോൾ അതിനെ എത്ര തന്നെ നല്ല കൂട് കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും അതിനെ സന്തോഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ആൻസർ എഴുതേണ്ടത്? തെറ്റ്. ഈ ഒരു സെക്ഷനിൽ ശരിയോ തെറ്റോ എന്ന് മാത്രം എഴുതിയാൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി 4.4 വരുന്നത് കർണൻ പ്രയോഗിച്ച വേൽ തറച്ചാണ് ഭഗദത്തൻ മരിച്ചത്. അപ്പോൾ ആരാണ് വേൽ തറച്ചാണ് ഭഗദത്തൻ മരിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് 4.4 പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ വരുന്നത്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? അതായത് കർണൻ പ്രയോഗിച്ച വില്ല് അല്ല ഭഗദത്തൻ്റെ മരണത്തിൽ നയിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധാരി വിലാപത്തിൽ ഫസ്റ്റ് ആ ഒരു കവിതയുടെ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഇതിനെക്കുറിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ടീലയോ നീ മുകുന്ദ ധരണിയിലുണ്ടായ മന്നരിൽ മുമ്പൻ ഭഗദത്തൻ അല്ലേ. ഭഗദത്തൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നരകാസുരൻ്റെ പുത്രൻ. തൻകരി വീരൻ അരികെ ധനുസ്സുമായി സംകൃതൻ നാൻമജ നെയ്ത ശരത്തിനാൽ. ഇവിടെ അർജുനൻ നെയ്ത ശരത്തിനാലാണ് ഭഗദത്തൻ മരിച്ചു വീഴുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തെഴുതുന്നത്? തെറ്റെന്നാണ് എഴുതേണ്ടത് അല്ലേ. കർണൻ പ്രയോഗിച്ചതല്ല, അർജുനൻ പ്രയോഗിച്ച വേൽ തറച്ചിട്ടാണ് അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് ഭഗദത്തൻ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4.5 അന്ത്യത്തിരി തുമ്പിൽ സൂര്യനെ സ്വീകരിച്ചത് മുത്തശ്ശിയാണ്. അപ്പോൾ അന്ത്യത്തിരി തുമ്പിൽ സൂര്യനെ ആരായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ആരായിരുന്നു ഇത്? നമ്മുടെ അന്ത്യത്തിരി എന്ന ഇതിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ പറയാം. അല്ലേ, സൂര്യനെ സ്വീകരിച്ചിരുത്തിയത് മുത്തശ്ശിയല്ല. മുത്തശ്ശി അവിടെ പൂമുഖത്തിണ്ണയിൽ നിന്ന് മുത്തശ്ശി അനിഷ്ടം കാണിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആണെങ്കിൽ ആ ഒരു വീട്ടിലെ സ്ത്രീയും അവളുടെ ഭർത്താവിനെ കാത്തിരിക്കുകയായിരുന്നു. ഇവർ രണ്ടുപേരും മുഖം തിരിച്ചു നിന്ന്. അപ്പോൾ അതിലെ അവിടെ ഒരു കുട്ടിയാണ് അദ്ദേഹത്തിന് വിളക്ക് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അത്? കൊച്ചനു ജാതനെ കൈവിരൽ തുമ്പാലെ പിച്ച വയ്പ്പിക്കുന്ന പോലെ അല്ലേ. സ്വന്തം അനുജനെ പോലെയാണ് ഈ ഒരു കുട്ടി സൂര്യനെ വരവേറ്റിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. ശരിയായിട്ടുള്ളത് ആരായിരുന്നു? ഇവിടെ മുത്തശ്ശികയല്ല, മുത്തശ്ശിക്ക് പകരം ആ ഒരു കുട്ടിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. പരുക്കേറ്റ ഗുരുവയെ കുഞ്ഞിപ്പാത്തുമ്മ രക്തം നൽകി രക്ഷിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആനുണ്ടായിരുന്നതാണ്. പാത്തുമ്മ രക്തം നൽകുന്നുണ്ട്, അത് ഒരു കഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആൻസർ ശരിയാണ്. 4.7 എന്ന് വെച്ച് കഴിഞ്ഞാൽ നഗരത്തിലുള്ള ജലധാരങ്ങളെല്ലാം 30 ദിവസത്തിനകം മൂടണമെന്ന് പരസ്യപ്പെടുത്തിയത് നഗരസഭയാണ്. അപ്പോൾ എന്താണ് ഇത്? ഉതുപ്പാൻ്റെ കിണറിൽ പറഞ്ഞതാണ്. ജലധാരകൾ 30 ദിവസത്തിനകം മൂടണമെന്ന് അതിലാണല്ലോ പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ശരിയായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പരസ്യം നൽകിയിട്ടുണ്ടായിരുന്നു നഗരസഭ. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. 4.8 എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥാപാത്ര നിരൂപണത്തിലെ ആദ്യഘട്ടം കഥാഘടനയിൽ കഥാപാത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുകയാണ് അല്ലേ.
ഇതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമുക്ക് 8 ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതിൽ 5 മാത്രം എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായി തോന്നുന്നത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക, 5 മാത്രം ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ ഓരോ സെക്ഷനിലും അവർ പറയും, അതിനനുസരിച്ച് എഴുതിയാൽ മതി. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓൾ ക്വസ്റ്റ്യനും ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് 5th സെക്ഷനിൽ വരുന്നത് ചേരുംപടി ചേർക്കാനാണ്. 5 തന്നെ റൈറ്റായിട്ട് ചേരുംപടി ചേർത്താൽ മതി. ഓക്കെ അല്ലേ? ഇതിന് 1 മാർക്ക് വീതം കിട്ടും, ടോട്ടൽ 5 മാർക്ക് വരുന്നത്. അപ്പോൾ വെള്ളായ്യപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കഥാപാത്രത്തിൽ എവിടെയുള്ളതാണ്? വെള്ളായ്യപ്പൻ എല്ലാവർക്കും അറിയാം, കടൽ തീരത്ത് എന്ന കഥയിൽ വരുന്നതാണ്. ഇനി സെബാസ്റ്റ്യൻ എന്ന് കേൾക്കുമ്പോഴേ അറിയണം, കർണൻ സെബാസ്റ്റ്യൻ അല്ലേ? അപ്പോൾ അത് എവിടെയാണ്? കർണപർവ്വത്തിലാണ് വരുന്നത് സെബാസ്റ്റ്യൻ. ഇനി കുഞ്ഞിപ്പാത്തുമ്മ, ഒരു സംശയമില്ല, എൻ്റെ ഉപ്പാക്ക് ഒരാണുണ്ടാകുന്നത് അല്ലേ? ഇനി നിങ്ങൾക്ക് കറുത്തങ്ങേലി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കിട്ടി കാണൂല, എന്താണ് കറുത്തങ്ങേലി? അങ്ങനെയുള്ള കേസിൽ നിങ്ങൾക്ക് ഇതിൽ കൺഫ്യൂഷൻ വരുന്നതാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് ചെയ്യാം. നോർമലി എനിക്കറിയാം കറുത്തങ്ങേലി ഏതിലാണെന്ന്, പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നിയാൽ കറുത്തങ്ങേലി ഏതിലുള്ളതാണ്, അപ്പോൾ അതൊന്ന് സ്കിപ്പ് ചെയ്യാം. ഇനി 5.5 നോക്കാം. വാബി കൂപം ഈ ഒരു സെക്കൻഡ് ബി പാർട്ടിൽ എവിടെയാണ്? അതും ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷൻ ഉണ്ടാക്കാം, അറിയില്ല. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം അറിയുന്ന ഏതെങ്കിലും ഉണ്ടോയെന്ന്. ഇവിടെ ഇപ്പം 3 മാച്ച് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഗോഖലെനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? അതായത് ഗാന്ധിജിയുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ, ലളിത ജീവിതം. ഇവിടെ ഗോഖലെയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേടിയത് അയൺ ചെയ്ത് കൊടുത്തത് ആരായിരുന്നു? നമ്മുടെ ഗാന്ധിജിയായിരുന്നു. അപ്പം ഗാന്ധിജീനെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? ലളിത ജീവിതത്തിൽ. അപ്പം അല്ലെങ്കിൽ അതിൽ തന്നെയാണ് ഗോഖലെയും പരാമർശിച്ചിരിക്കുന്നത്. അപ്പം ലളിത ജീവിതം. ഇനി തേവനൊന്നും കേൾക്കേണ്ട, തേവൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് സബർമതി ദൂരത്താണെന്ന്. പിന്നെ ബാക്കി 2 ഉള്ളൂ കൺഫ്യൂഷനായിട്ട്. ഓൾറെഡി ഇപ്പം തന്നെ നമ്മൾ ടോട്ടൽ 7 ക്വസ്റ്റ്യനിൽ 5 ചെയ്തു. മാർക്ക് നിങ്ങൾക്ക് കിട്ടി, 5 മാർക്ക് ഇവിടുന്ന് കിട്ടും. ബാക്കി എന്നിരുന്നാലും നമുക്ക് 2 കൺഫ്യൂഷൻ ഉള്ളത് നോക്കാം. വാബി കൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉതുപ്പാൻ്റെ കിണർ വായിച്ച ഏതൊരാൾക്കും കൺഫ്യൂഷൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ അതാണെന്ന് മനസ്സിലാക്കാം. കിണറിനെ എങ്ങനെയാണ്? വാബി കൂപം, അതിനെ പൊതിഞ്ഞു എന്ന രീതിയിലാണ് കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? കിണർ പൊതിയുക, അതിനെയാണ് വാബി കൂപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഉതുപ്പാൻ്റെ കിണർ. കറുത്തങ്ങേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രീ ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ള കഥയിൽ വരുന്നതാണ്. അപ്പോൾ കറുത്തങ്ങേലി അതിലൊരു കഥാപാത്രമൊന്നും അല്ല. ശ്രീ ഭഗവതിയിൽ അതിലെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ആ ഒരു ആ ഒരു അമ്മ അതിൽ പറയുന്നുണ്ട്, അവർ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ടൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? അതിലൊരു കഥാപാത്രമാണ് കറുത്തങ്ങേലി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആൻസേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് സെഷൻ നോക്കാം നമുക്ക്. ഏതെങ്കിലും 5 പകരം പദം എഴുതുക, 1 മാർക്ക് വീതം. അപ്പോൾ 1 മാർക്ക് വീതമാണ് വരുന്നത്. 8 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 ആൻസർ ചെയ്യേണ്ടത്. പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. പഞ്ചരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് നോക്കേണ്ടത്. പഞ്ചരം അധിക പേർക്കും അറിയുണ്ടാവില്ല അല്ലേ? നമുക്ക് ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് കൂട് എന്നാണ് കേട്ടോ. പഞ്ചരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോജ്ഞം അറിയില്ല, എന്നിരുന്നാലും നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഗസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നിന്ന് ഗസ് ചെയ്യാം. ബൈ ചാൻസ് നമുക്ക് ഇവിടെ നിന്ന് എന്താണ് ശരിയായിട്ടുള്ള ആൻസർ കിട്ടിപ്പോയാലോ, അത് വിചാരിച്ച് ഗസ് ചെയ്യാം കേട്ടോ. ഒന്നും വിട്ട് കളയരുത്, എല്ലാം അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ലക്കിന് ചിലത് നമുക്ക് റൈറ്റ് ആവാം. അപ്പോൾ പഞ്ചരം എന്തായാലും കൂട് എന്നാണ് അർത്ഥം വരുന്നത്. മനോജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരം എന്നാണ് അർത്ഥം വരുന്നത്. തസ്കരൻ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. മലയാളത്തിലൊരു ഫിലിം തന്നെയുണ്ട്, തസ്കര വീരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. മമ്മൂട്ടീൻ്റെ ഒരു ഫിലിമുണ്ട്. അപ്പോൾ അതിൽ എന്തായാലും കളവ് നടത്തുന്ന ആളാണല്ലോ തസ്കരൻ, അല്ലെങ്കിൽ നോർമലി തസ്കരൻ അറിയാൻ പാടില്ല. അപ്പോൾ അതെന്തായിരുന്നു? കള്ളൻ അല്ലേ? കള്ളനെയാണ് നമ്മൾ തസ്കരൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തായാലും 1 മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മാരുതൻ നോർമലി മലയാളം പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തായാലും മനസ്സിലാവും. മുൻപത്തെ ഏതെങ്കിലും ചെറിയ ക്ലാസ്സിലാണെങ്കിലും മന്ദമാരുതൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആരെയാണ് മാരുതൻ എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ മാരുതി എന്നൊക്കെ പറയുന്നത് എന്താണ്? മാരുതി നമ്മുടെ ഭഗവാനായിട്ടുള്ള ഹനുമാനാണ് വരുന്നത് അല്ലേ? അപ്പം അദ്ദേഹത്തിന് ആരുടെ പുത്രനാണ്? വായുദേവൻ്റെ പുത്രനാണ്. അപ്പം അങ്ങനെ അതിനെ വെച്ചിട്ടാണ് മാരുതൻ, അല്ലെങ്കിൽ കാറ്റിനെയാണ് മാരുതൻ എന്ന് പറയുന്നത് കേട്ടോ. കാറ്റാണ് മാരുതൻ വരുന്നത്. കൂട് ആണ്. പഞ്ചരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കൂടാണ് വരുന്നത്. മനോജം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനോഹരം. ഇനി ആത്മജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്രൻ എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. പുത്രൻ
നിങ്ങൾക്ക് അറിയണമെന്നില്ല. പുത്രൻ അഞ്ജലി എല്ലാവർക്കും അറിയാം അല്ലേ. കൈ കൂപ്പുക അല്ലെങ്കിൽ കൂപ്പു കൈയാണ് നമ്മുടെ എന്താണ് അഞ്ജലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 or 3 വേർഡ്സ് നമുക്ക് എന്തായാലും ഇപ്പം കിട്ടും, അല്ലെങ്കിൽ ചിലത് ഗസ് ചെയ്ത് ചെയ്യും നമുക്ക്. ഇനി കലശം. കലശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? കലശം എന്ന് വെച്ചാൽ കുടം എന്നാണ് കേട്ടോ അർത്ഥം. കുടത്തെയാണ് നമ്മൾ കലശം എന്ന് പറയുന്നത്. ഇനി വസുന്ധര. വസുന്ധര എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഭൂമിയാണ് വസുന്ധര എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ 6ാമത്തെ സെഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കാം. 7ാമത്തെ സെഷനിലാണ് വരുന്നത്. ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് സ്പ്ലിറ്റ് ആയിട്ടാണ് വേർഡ്സ് തന്നിരിക്കുന്നത്. അതിനെ ചേർത്ത് എഴുതണം. 5 എണ്ണമാണ് എഴുതേണ്ടത്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 7.7 കണ്ടില്ല. അപ്പോൾ അതിൽ 5 എണ്ണമാണ് എഴുതേണ്ടത്, ഓരോ മാർക്ക് വീതം. നോക്കാം. ഫസ്റ്റ് കൺ പ്ലസ് നീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ദറ്റ് ഈസ് കൺ പ്ലസ് നീര് ഒരുമിച്ച് കൂട്ടി എഴുതി കഴിഞ്ഞാൽ കണ്ണീർ എന്ന് വരും അല്ലേ. ഇനി മയിൽ പ്ലസ് പീലി, അത് എല്ലാവർക്കും കിട്ടും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കണ്ണുനീരാണോ എന്നൊരു ഡൗട്ട് തോന്നാം. കണ്ണുനീരല്ല, കണ്ണീരാണ് വരുന്നത്. ഇനി മയിൽ പ്ലസ് പീലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും മയിൽ പീലിയാണെന്ന്. പക്ഷെ അത് എഴുത്തിലാണ് മാറ്റേണ്ടത്. 2 പായിട്ട് എഴുതും, മയിൽ പീലി. ഇനി നെക്സ്റ്റ് ചീരയില. ചീരയില ഇത് ഒരു സിമ്പിളായിട്ടുള്ളതാണ് അല്ലേ. ചീരയില രായും ഈയും കൂടെ സമന്വയിച്ചിട്ട് യാ ആയിട്ട് മാറുന്നുണ്ട്. നെക്സ്റ്റ് ഏതാ വരുന്നത്? അല്പം ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പമൊന്ന്. ഇതും പെട്ടെന്ന് കിട്ടുന്നതാണ്. അല്പമൊന്ന് അല്ലേ. ഇനി മുകിൽ തുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകിൽ തുണ്ട് ഒരുമിച്ച് എഴുതിയാൽ മതി, താ ഇരട്ടിക്കും. മുകിൽ തുണ്ട്. ഈ ഒരു സെഷനിൽ പലർക്കും നല്ല മാർക്ക് കിട്ടാം കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കത് എഴുതാവുന്നതാണ്. നെക്സ്റ്റ് പണി ഇല്ലാതെ. പണി ഇല്ലാതെ എന്ന് വെച്ചാൽ പണി ഇല്ലാതെയാവും. ഇല്ലാതെ എന്നുള്ള രീതിയിൽ പണി ഇല്ലാതെ എന്നുള്ള അങ്ങനെ ഉണ്ടാവും. നെക്സ്റ്റ് ഏതാ വരുന്നത്? അവസാനമായിട്ടുള്ളത് വരുന്നത് കുതിരച്ചാട്ടമാണ്. കുതിരച്ചാട്ടം എങ്ങനെ എഴുതാം? നമുക്ക് ചാ ഇരട്ടിക്കുന്ന പോലെ കുതിര ചാട്ടം. ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും 10 എണ്ണത്തിന് 20-25 വാക്കുകൾ ഉത്തരം എഴുതുക എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര ക്വസ്റ്റ്യൻ കൊടുത്തെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ടോട്ടൽ 15 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 10 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. 2 മാർക്ക് വീതമാണ് കേട്ടോ. 20-25 വാക്കുകളിലാണ് ഉത്തരം എഴുതാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ 2-3 ലൈൻസ് ആയിട്ട് എഴുതിയാൽ മതി. 8.1 സൂര്യനെ എതിരേറ്റ ബാലികയുടെ ഭാവത്തെ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്താണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സൂര്യനെ എതിരേറ്റ ബാലിക എങ്ങനെയായിരുന്നു? അവൻ്റെ അനുജനെ പിടിച്ച് നടത്തിക്കുന്ന രീതിയിലായിരുന്നു. അത്രയ്ക്കും ലാഘവത്തോടെയും വാത്സല്യത്തോടെയായിരുന്നു അല്ലേ സൂര്യനെ ആവാഹിച്ച് അതിലേക്ക് ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ ബാലിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏകാംഗ നാടകത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലായിരുന്നു? ഏകാംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരംഗം മാത്രമേ ഉള്ളൂ, ഒരാൾ ചെയ്യുന്ന നാടകമാണ് ഏകാംഗ നാടകം. അതിൽ പരിമിത കഥാപാത്രങ്ങളായിരിക്കും, ചെറിയ രീതിയിലുള്ള ലളിതമായിട്ടുള്ള കഥാഘടനയായിരിക്കും ഉണ്ടാവുന്നത്. ഇതാണ് ഏകാംഗ നാടകത്തിൻ്റെ പ്രത്യേകതകൾ. ഇനി 8.3 വെള്ളായപ്പൻ്റെ ചിന്തകൾ പ്രകൃതിയിൽ പ്രതിഫലിച്ചത് എങ്ങനെയെന്ന്. വെള്ളായപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ കടൽ തീരത്ത് നിന്ന് കഥയിലുള്ളതാണ്. മകനെ കാണാൻ പോകുമ്പോൾ ആ ഒരു ടൈമിൽ പ്രകൃതി തന്നെ അദ്ദേഹത്തിന് വഴിയൊരുക്കുമ്പോൾ എന്താ നമുക്ക് കാണിച്ചു തരുന്നത്? കരിമ്പനകൾ കാറ്റ് പിടിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. കൂടാതെ പനമ്പട്ടകൾ പരസ്പരം സംസാരിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ്. അപ്പോൾ ഇത്രയാണ് പ്രകൃതിയിൽ പ്രതിഫലിച്ചതായിട്ട് ആ ഒരു ചിന്തകൾ മാറിയിട്ടുള്ളത്. ഇനി 8.4 നമുക്ക് നോക്കാം. തിരിഞ്ഞു തിരിഞ്ഞ് 1000 കണ്ണൻ പരന്നു പരന്നാറ്റിൽ വീണു. ഈ ഒരു കടങ്കഥയുടെ ഉത്തരം എഴുതിയിട്ട് വിശദീകരിക്കാനാണ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യനാണ് നമ്മളെ ബിറ്റ് കൺഫ്യൂസ് ആക്കുന്നത്. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും ആ ഒരു കടങ്കഥയുടെ വ്യാകരണം എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് അധികം കടങ്കഥകളും അതിൻ്റെ ആൻസേഴ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും തന്നെ നമുക്ക് എന്തായാലും ആൻസർ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്താ തിരിഞ്ഞു തിരിഞ്ഞ് 1000 കണ്ണൻ പരന്നു പരന്നാറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലയെറിയൂലേ, ഇങ്ങനെ ചുഴറ്റി വീശി വല എറിഞ്ഞ് പിടിക്കുമല്ലോ, അത് തന്നെയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് കേട്ടോ. ഇനി 8.5 താന്നിക്കുന്നിലെ കണ്ണാന്തളി പൂക്കൾക്ക് കാലാന്തരത്തിൽ വന്ന മാറ്റം എന്താണ് മാറ്റം വന്നിട്ടുണ്ടായിരുന്നത്? അതായത് കാലാന്തരത്തോടെ കുന്നിൻപുറങ്ങളിൽ കണ്ണാന്തളി പൂക്കൾ വളരാതെയായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു
പൂക്കൾ എവിടെയാണ് ആ ഒരു ഗ്രാമത്തിൽ കാണുന്നില്ല, ഗ്രാമം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത്രയും കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി. ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതിയാൽ മതി, അതെന്തായാലും കുഴപ്പമില്ല. ആ ഒരു കഥയുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിൽ അവർ ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ എഴുതണമെന്നൊന്നുമില്ല, അതിൻ്റെ കോണ്ടൻറ്റ് അതിൽ വന്നാൽ മതി. അതിന് 8.6 ഉതുപ്പാൻ്റെ കിണറിന് നേരിടേണ്ടി വന്ന ഉപദ്രവങ്ങൾ എന്തെല്ലാമായിരുന്നു. അപ്പം അദ്ദേഹം ഉതുപ്പാൻ കിണറുണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു, അവിടെ കൂടുതലായിട്ടും കുട്ടികളായിരുന്നു അല്ലേ ഉണ്ടായിരുന്നത്. കുട്ടികൾ അതിൽ കുറേ ചപ്പ് ചവറിട്ടിട്ടുണ്ടായിരുന്നു, കല്ലിട്ട് രസിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഥയിൽ പറഞ്ഞതാണ്. കുറച്ച് പേരെന്തായിരുന്നു, കപ്പിയും തൂട്ടിയും മോഷ്ടിച്ച് വരെ പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹം നേരിടുണ്ടായിരുന്ന ഉപദ്രവങ്ങളാണ്. അതിനുശേഷം പിന്നീടും ആ ഒരു കുറവുകളൊക്കെ അദ്ദേഹം നികത്തിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അല്ലേ. വീണ്ടും വീണ്ടും ആ ഒരു കപ്പിയും കാര്യങ്ങളൊക്കെ വീണ്ടും വാങ്ങിവെച്ച് അത് നീറ്റായിട്ട് ആ ഒരു കിണറിനെ സൂക്ഷിച്ചു കൊണ്ടിരുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് 8.7 സെബാസ്റ്റ്യൻ തൻ്റെ നാടക സമിതി പിരിച്ചുവിടാൻ നിർബന്ധിതനായത് എന്തുകൊണ്ടായിരുന്നു ഒരു നാടക സമിതി പിരിച്ചുവിടാൻ? അദ്ദേഹത്തിന് പെട്ടെന്ന് അപകടം ഉണ്ടായിരുന്നു. അപ്പം ആ അപകടത്തെ തുടർന്ന് അദ്ദേഹം വിവശനായി. പിന്നെ മക്കളത് ഏറ്റെടുത്ത് കൊണ്ടുപോയില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. 8.8 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് പള്ളിമുഖപ്പിലേക്ക് ഇറങ്ങി വന്ന മേഘങ്ങളെ കവി ആരായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇപ്പം പള്ളിമുഖപ്പിലേക്ക് ഇറങ്ങി വന്ന മേഘങ്ങൾ ആരായിരുന്നു? അതായത് കുരിശിന്മേൽ ചുംബിക്കാനായി ആകാശത്തിൽ നിന്ന് വരുന്ന മാലാഖമാരായിട്ടായിരുന്നു അല്ലേ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ നാളെ നീ എന്ന കവിതയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം മാലാഖമാരായിട്ടായിരുന്നു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 8.9 യുദ്ധഭൂമിയിൽ ശ്രീകൃഷ്ണന്റെ നിലപാടിനെ ഉള്ളൂർ വിവരിക്കുന്നത് എങ്ങനെയാണെന്നാണ്. എങ്ങനെയായിരുന്നു യുദ്ധഭൂമിയിൽ ശ്രീകൃഷ്ണന്റെ നിലപാടിനെ? അതായത് അദ്ദേഹം ആയുധമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അർജുനനെ സഹായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആയുധം കയ്യിൽ ഏതാതെ എടർക്കളം അണഞ്ഞതും ചമ്മട്ടി പൂണ്ടു തങ്കത്തെ ചങ്ങാതിക്കു തെളിച്ചതും. അതാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. എന്തായിരുന്നു, അദ്ദേഹം യുദ്ധത്തിൽ കൃഷ്ണന് ആയുധം എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചമ്മട്ടി വേണ്ടിയിട്ട് നമ്മുടെ അർജുനൻ്റെ തേർ തെളിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നെക്സ്റ്റ് നമുക്ക് നോക്കാം 8.10 ഗോഖലെ ഗാന്ധിജിക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗോഖലൻ്റെ നേടിയത്? ആരും അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഗാന്ധിജി അല്ലേ. അതിലായിരുന്നു നല്ല സർട്ടിഫിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നത്. അതൊരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുത്തതൊന്നുമല്ല, നല്ലൊരു വാക്ക് പറഞ്ഞു, അത്രയാണ് കേട്ടോ. ഇനി 8.11 മനോജിൻ്റെ മുറുക്ക് പുറത്ത് വെച്ച് ഡോക്ടർ നഴ്സുമാരോട് കോപിച്ചത് എന്തിനായിരുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അദ്ദേഹം റൗണ്ട്സിന് വന്നു കഴിഞ്ഞപ്പോൾ മനോജിൻ്റെ മുറിയിൽ സിഗരറ്റിൻ്റെ മണം വരുന്നത് ഡോക്ടർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യം അറിഞ്ഞിട്ടും നഴ്സുമാർ തന്നെ അത് അറിയിക്കാത്തത് കൊണ്ടാണ് ഡോക്ടർ അങ്ങനെ നഴ്സുമാരോട് കോപിച്ചത്. ഇനി നെക്സ്റ്റ് 8.12 കലാകാരനെ സംവിധാനം ചെയ്യുന്ന ശക്തികളായി MP ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഘടകങ്ങളിൽ 2 എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 8.12 എന്താണ് ഇതിനെ കലാകാരനെ സംവിധാനം ചെയ്യുന്ന ശക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജന്മസിദ്ധി വേണം, പിന്നെ അഭ്യാസം, പൂർവ്വ മാതൃകകൾ വേണം, സാമുദായിക നിർദ്ദേശങ്ങൾ അല്ലേ. ഇതൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിലേതെങ്കിലും 2 മാത്രം എഴുതിയാൽ മാത്രം മതി. നെക്സ്റ്റ് നോക്കാം 8.13 കാലനില്ലാത്ത കാലത്ത് വൈദ്യന്മാരുടെ ജീവിതം അവതാളത്തിലായത് എങ്ങനെയെന്നാണ്. കാലനില്ലാത്ത കാലത്ത് എങ്ങനെയായിരുന്നു വൈദ്യന്മാരുടെ ജീവിതം അവതാളത്തിലായിരുന്നത്? കാരണം അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ ആയില്ലേ. അവർ എല്ലാത്തിനും അവരായിരുന്നു മറ്റുള്ളവരുടെ ജീവിതം നിർണയിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കുള്ള അഷ്ടാംഗ ഹൃദയം എന്ന ആ ഒരു മന്ത്രം പോലും വെറുതെ കെട്ടിവെച്ച് വൈദ്യന്മാരെല്ലാം ഇരിക്കേണ്ട അവസ്ഥ, വീട്ടിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ ആയിരുന്നു അല്ലേ. നടന്ന് വിരുന്നുണ്ടവരൊക്കെ വെറുതെ ആരെങ്കിലും ഉണ്ണാൻ വേണ്ടി വിളിച്ചാൽ മതിയെന്നായ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ കൊടുക്കുന്നത്. രോഗമില്ലാത്തത് കൊണ്ട് വൈദ്യന്മാർക്ക് എന്താണ്, ചികിത്സ ഇല്ലാണ്ടായി. അപ്പം വിരുന്നുണ്ണൽ മാറി അവരെന്താക്കി, ഇരുന്നുണ്ണലാക്കി മാറ്റി. അപ്പം അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് എഴുതേണ്ടത്. 8.14 നോക്കാം. മനോഹരമായ കൂട്ടിലാണെങ്കിലും താൻ ദുഃഖിതനാണെന്ന് കിളി പറയുന്നതിൻ്റെ കാരണം എന്ത്?
അപ്പം എന്താണ് കാരണം? കാരണം കിളികൾ എപ്പോഴും ഫ്രീഡം, കിളികൾ മാത്രമല്ല എല്ലാവരും ഫ്രീഡം അനുഭവിക്കേണ്ടവരാണല്ലേ. എന്നിട്ടും കൊണ്ട് അത് വാനിലേക്ക് ഉയർന്ന് പറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യമില്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ നമ്മുടെ കിളിയെ വളരെയധികം അസ്വസ്ഥമാക്കുന്നുണ്ട്. അത്രയധികം ഭംഗിയുള്ള കൂട്ടിലാണെന്ന് പറഞ്ഞാൽ പോലും എപ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്താണ്, ദുഃഖമാണ്. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത്. ഇനി 8.15 എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകളായ ദുശ്ശല കീഴുന്നതിൻ്റെ കാരണമായി ഗാന്ധാരി പറയുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ കാരണം എന്തായിരുന്നു? ദുശ്ശലയുടെ ഭർത്താവ് അവിടെ മരിച്ചു കിടക്കാണ്, ഭർത്താവായിട്ടുള്ള ജയദ്രഥൻ. അപ്പം ഇത് ജയദ്രഥനെ കൊന്നത് ആരായിരുന്നു? അർജുനൻ എഴുത ശരം കൊണ്ടാണ് ജയദ്രഥൻ്റെ കണ്ടം മുറിഞ്ഞിട്ട് മരിച്ചു കിടക്കുന്നത്. അപ്പം ആ ഒരു ജഡത്തിൻ്റെ മുൻപിലായിട്ട് മകൾ ഇങ്ങനെ കീഴുന്നാണ്. തീർച്ചയായിട്ടും എന്താണ്, ഒരു അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ആ സന്ദർഭമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ 8th സെഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. 9 ഇതിൽ 5 ചോദ്യങ്ങൾക്ക് 40-45 വാക്കുകളിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. 3 മാർക്കാണ് കിട്ടുന്നത്. ടോട്ടൽ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 8 ക്വസ്റ്റ്യനാണുള്ളത്. അതായത് 9.8 എന്നാണല്ലോ ഉള്ളത് ഇവിടെ. ഇപ്പോൾ ടോട്ടൽ എത്ര? 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൽ നിന്ന് എത്രയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? 5 ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്ന 5 ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് തിരഞ്ഞെടുക്കാം. ഇതിൽ 9.1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യത്തിരി പുതുതലമുറയ്ക്ക് നൽകുന്ന വിശ്വാസവും പ്രത്യാശയും വ്യക്തമാക്കുക. അപ്പോൾ അന്ത്യത്തിരി എന്ന കവിതയെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്. എന്താണ്? സ്വാർത്ഥ ചിന്തയുടെ പ്രതീകമാണ് അല്ലേ, പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ് പഴയ തലമുറ വരുന്നത്. എന്നാൽ പുതിയ തലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യാശ കൊടുക്കുന്ന അല്ലെങ്കിൽ ലോകവീക്ഷണം പുലർത്തുന്ന ഒരു തലമുറയായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എഴുതാം, കുറച്ചധികം തന്നെ എഴുതാം. ഇവിടെയാണ് നിങ്ങൾ വാചക കസരത്ത് നടക്കേണ്ടത്. ഒരു 3 മാർക്കിനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാഫ് പാരഗ്രാഫൊക്കെ വേണം അല്ലേ, എന്നാലേ 3 മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ആ ഒരു പുതുതലമുറയെക്കുറിച്ചും പണ്ടത്തെ ഇതിൽ ഓർക്കുക, പഴയ തലമുറ ആ ഒരു ദീർഘവീക്ഷണം ഇല്ലാത്തവർ, അവർ സ്വാർത്ഥ ചിന്താഗതിക്കാരാണ് കേട്ടോ. പഴയ തലമുറ അന്ത്യത്തിരിയിൽ പറയുന്നത്. പുതിയ തലമുറയാണ് കുറച്ചും കൂടെ നല്ല പ്രത്യാശ കൊടുക്കുന്ന തലമുറയായിട്ട്. അപ്പോൾ അതേ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് 9.2 ആണ്. ശ്രീ ഭഗവതി എന്ന കഥയിലെ ഭർത്താവ് പുരുഷ മേധാവിത്വത്തിൻ്റെ പ്രതീകമാണ്, വിലയിരുത്തുക. അപ്പം ആണോ, അങ്ങനെ ആയിരുന്നോ? നമ്മുടെ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെ പ്രകടമാണ് അല്ലേ. ശ്രീ ഭഗവതി എന്ന രീതിയിൽ പല ജോലികളും പെൺകുട്ടികൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമാണെന്ന് ആ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാകാം. കാരണം ഒന്ന് ഹെൽപ്പിനായിട്ട് ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പം ആ ഒരു വേസ്റ്റ് കൊണ്ടിടാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പം എന്താണ്, സമ്മതിക്കുന്നില്ല. അപ്പം ഈ ഒരു പാരഗ്രാഫ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പല ഭാഗങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾ കൊടുക്കാം. ഇങ്ങനെ ആ ഒരു കഥയിൽ അല്ലെങ്കിൽ ശ്രീ ഭഗവതി എന്ന് പറഞ്ഞിരിക്കുന്ന കഥയിൽ എന്താണ്, ഭർത്താവ് പുരുഷ മേധാവിത്വം കാണിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാം എന്താണ് പുരുഷ മേധാവിത്വം കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ കൊടുക്കുന്ന ഉദാഹരണം, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാരഗ്രാഫിനെ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഭർത്താവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിക്കുന്ന എന്താണ്, അവർ ആ ഒരു അയാളിൽ യജമാനനാണെന്ന ഒരു ഭാവം അയാളിൽ അത്രയ്ക്ക് പ്രകടമായിട്ട് വരുന്നുണ്ട്. അപ്പം അദ്ദേഹം ആലോചിക്കുന്നത് കുടുംബ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവാണ്. പിന്നെ ആണെങ്കിൽ ഭാര്യയെ പഞ്ചാര വാക്കുകൾ കൊണ്ടുണ്ട് അനാവശ്യമായിട്ട് പുകഴ്ത്താനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്താണ് അതിലൂടെ മനസ്സിലാവുന്നത്, ഇവിടെ യജമാനൻ്റെ സ്വാർത്ഥഭാവവും ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരണയുള്ളൊരു ആളാണ്, അവരെ അല്ലെങ്കിൽ ഭർത്താവിനെ അനുസരിച്ച് കഴിയേണ്ടവളാണെന്നുള്ള ഒരു മുതലാളിത്ത ഭാവം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ എലോബറേറ്റ് ചെയ്ത് എഴുതാം. ഇനി 9.3 എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലനില്ലാത്ത കാലത്ത് നാടുവഴി പ്രഭുക്കന്മാർ നേരിട്ട പ്രതിസന്ധി എന്തായിരുന്നു എന്നാണ്. അപ്പോൾ കാലനില്ലാത്ത കാലത്ത് നാടുവഴി എന്താണ് നേരിട്ടിട്ടുണ്ടായിരുന്നത്, അതായത് അവർക്ക് അംഗവും ചുങ്കവും കിട്ടാതെയായിരുന്നു അല്ലേ. പിന്നാണെങ്കിൽ അംഗം ചുങ്കം പിന്നെ കപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടാതായി. അതായത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഉണ്ടല്ലോ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആണെങ്കിൽ കള്ളന്മാരൊക്കെ പല മോഷണം നടത്തിയവരെ കൊല്ലാൻ പറ്റാതെയായി. അപ്പം ഇവിടെ ജീവിക്കുന്നവർക്ക് അതായത് രാജശിക്ഷ തന്നെ ഇല്ലാതാവേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ രാജപാലനം നടത്തുന്നില്ല, അവരുടെ കാര്യങ്ങളും നന്നായിട്ട് നോക്കാൻ കഴിയുന്നില്ല.
മൊത്തത്തിൽ ഇവർ പ്രതിസന്ധിയിൽ നേരിട്ടതാണ്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ മതി. ഇനി 9.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ഗാന്ധിജി സ്വയം മുടി മുറിക്കാനിടയായ സാഹചര്യം എന്നത്. അപ്പോൾ ഇവിടെ സാഹചര്യമാണ് എഴുതേണ്ടത്, ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ട്. അപ്പോൾ അതെന്താണ്, നമ്മുടെ പ്രിട്രോറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തുണ്ട് അല്ലേ, ഇംഗ്ലീഷുകാരനായിട്ടുള്ള മുടിവെട്ടുകാരൻ്റെ അടുത്ത് ഗാന്ധിജി ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്താണ്, ഗാന്ധിജിയുടെ മുടി വെട്ടില്ലാന്ന്. അദ്ദേഹം എന്താണ്, ഇംഗ്ലീഷുകാരനാണ് അല്ലേ, വൈറ്റാണ്. അപ്പോൾ ഗാന്ധിജി വരുന്നത് എന്താണ്, ബ്ലാക്കാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു വർഗ്ഗവ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വൈറ്റ് ബ്ലാക്കിനെ മുടി കട്ട് ചെയ്യുമ്പോൾ അത് അയാളുടെ നാളത്തുള്ള അന്നം മുട്ടിക്കുന്ന എന്നുള്ള രീതിയിലായിരുന്നു ഗാന്ധിജിയോട് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് അങ്ങനെ പുച്ഛത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഗാന്ധിജിയെ വിഷമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സ്വയം മുടി മുറിക്കാനുള്ള സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇവിടെ എഴുതി കൊടുത്താലും മതി. ഇനി 9.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന പാഠത്തിൽ നിറങ്ങളും ഗന്ധങ്ങളും വിസ്മയങ്ങളും നഷ്ടപ്പെട്ടതായി MTക്ക് തോന്നിയത് എപ്പോൾ, എന്തുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, നിറങ്ങളായാലും ഗന്ധങ്ങളായാലും നഷ്ടപ്പെട്ടു എന്നുകൊണ്ട് നമ്മുടെ കഥാകാരൻ പറയാൻ കാരണം, അതായത് കുടിയിരിപ്പുകൾ വന്നതോടെ കുന്നിൻ പുറങ്ങളിൽ കണ്ണാന്തളി പൂക്കൾ വളരാതെയായിട്ടുണ്ട്. കൂടാതെ അവസാന കാലം എത്തിയപ്പോഴേക്കും, അതായത് ന്യൂജൻ കാലം തുടങ്ങിയപ്പോഴേക്കും മലമക്കാവിലെ വൈദ്യന് ഒരു 3 കണ്ണാന്തളി ചെടികൾ കണ്ടെത്തി. അത് അവയെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നിൽ പൂവ് വിരിഞ്ഞിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ നിറം എന്താണ്, ആ പണ്ടത്തെ ആ ഒരു കണ്ണാന്തളി പൂവിൻ്റെ ഒരു പിങ്കിഷ് ആയിട്ടുള്ള കളർ എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നിറം വന്നിട്ടില്ല. ആ ഒരു പൂവ് കുറച്ച് മങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മണമാണെങ്കിലോ പുന്നല്ലേരി ചോറിൻ്റെ ഗന്ധമല്ല അതിനുണ്ടായിരുന്നത്. ആ ഒരു സ്മെല്ലിന് മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ MT പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് നോക്കാം 9.6. കണ്ണുകളിൽ നിന്ന് കണ്ണുകളിലേക്ക് പകരുന്ന ഭാഷ ഹൃദയത്തിൻ്റേതു മാത്രമല്ല, അത് ദൈവത്തിൻ്റേതു കൂടിയാണ്. മനോജിൻ്റെ രോഗസൗഖ്യത്തിൻ്റെ കാരണം ഭാവി വധുവിൻ്റെ തീവ്ര സ്നേഹമായിരുന്നു. വിലയിരുത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എന്താണ്, നമുക്ക് ആ ഒരു പാഠഭാഗത്തു നിന്ന് തന്നെ മനസ്സിലാക്കാം മനോജിന് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായിരുന്നു അവൻ്റെ ഭാവി വധുവെന്ന്. അവൾക്ക് വേണ്ടിയായിരുന്നു അവൻ വീണ്ടും നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നത് 9.6. ഗ്രീസിൻ്റെ ചിന്താലോകത്തിൽ അത്ഭുതപൂർവമായിട്ടുള്ള ഉണർവുണ്ടായത് ആരുടെയെല്ലാം ജീവിതകാലത്തായിരുന്നു. അപ്പം ഇത് നമുക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥയും കഥാപാത്രവും എന്ന പാഠഭാഗത്തു നിന്നാണ് ദേഷ്യം വരുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത്ര അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ കുറച്ച് ജീവിതകാലത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ഓർത്തെടുക്കാൻ ചിലപ്പോൾ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതിയല്ലോ. പക്ഷേ എന്നിരുന്നാലും ഇതിൽ നമുക്ക് ആ ഒരു പാഠഭാഗത്തിൽ പെരിക്ലിസിൻ്റെ ഭരണമികവിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നാടകരംഗത്ത് നോക്കുന്നതാണെങ്കിൽ ഈസ്കിലസ്, പിന്നെ സോഫോക്ലിസ്, യൂറിപ്പിഡസ്, ശില്പരംഗത്ത് ഫിഡിയാസ്, പിന്നെ ചിത്രകലയിലാണെങ്കിൽ പോളിസ്നോട്ടസ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. തത്വജ്ഞാനികളായിട്ടുള്ള സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. അപ്പോൾ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ ഇത്രയും ഓർമ്മയിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇതും കുറച്ചൊരു ബിഗ് ടഫ് തോന്നുന്ന ഒരു ചാപ്റ്ററാണ് വരുന്നത്. ഇത്ര ടഫ് അല്ല, എന്നിരുന്നാൽ പോലും അതിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വരുന്നത് 9.8 ആണ്. ഉതുപ്പാൻ്റെ ബുദ്ധിശൂന്യതയെ പറ്റിയുണ്ടായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെല്ലാമായിരുന്നു. ജനങ്ങളുടെ അഭിപ്രായം അവസാനം ഉതുപ്പാനെ എന്താണ്, അവന് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു അല്ലേ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അത് കണക്കിലെടുക്കാതെയാണ് ജനങ്ങൾ അവനെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞു കൊണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എഴുതിയാൽ മതി. ആ ഒരു ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കിണർ നിർമ്മിക്കുന്നതിന് പകരം അവിടെ ഒരു കുടിൽ കെട്ടി അതിൽ പുട്ടും പഴവും വിറ്റിരുന്നെങ്കിൽ അവൻ്റെ ചിലവിനുള്ളത് കിട്ടുമായിരുന്നെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നാണെങ്കിൽ ചിലർ എന്താ പറഞ്ഞിട്ടുള്ളത്, ഉതുപ്പാൻ്റെ വക എന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ പ്രസിദ്ധിക്ക് കൊള്ളായിരുന്നെന്ന് മറ്റു ചിലർ പറഞ്ഞിട്ടുണ്ട്. പിന്നാണെങ്കിൽ വേറെ ഒരു കൂട്ടർ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, തീരെ ഗതികെട്ടാൽ കുടിച്ചു ചാക്കാൻ വല്ലവരുടെയും കിണർ അന്വേഷിക്കേണ്ടല്ലോ എന്ന് വേറെ ചിലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത്.
ഇപ്പോൾ 9th സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവസാന സെഷനാണ് വരുന്നത് 10th സെഷന്. ഇവിടെ ഈ ഒരു സെഷനിന് 100-150 വാക്കുകളിലാണ് ഉത്തരം എഴുതേണ്ടത്. 5 മാർക്ക് വീതമാണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് എഴുതിയാലും മതി. നമുക്ക് ടോട്ടൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് തീർച്ചയായിട്ടും ആ 3 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ നോക്കേണ്ടതില്ല. 3 ക്വസ്റ്റ്യനും നോക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് കേട്ടോ, 3. ഇതിൽ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് എഴുതാൻ പറ്റുന്നതായിരിക്കും. ഇതിൽ കുറച്ചധികമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതി പിടിപ്പിക്കേണ്ട ഫലവത്താക്കേണ്ടതായിട്ടുണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ 1 ഏതാണെന്ന് നോക്കാം. യുദ്ധം വരുത്തി വയ്ക്കുന്ന സർവനാശത്തിൻ്റെ ഭീകരത, ഗാന്ധാരി വിലാപം എന്ന പാഠത്തെ മുൻനിർത്തി വിവരിക്കുക. അപ്പം യുദ്ധത്തെക്കുറിച്ചിട്ട് എഴുതാനുള്ള പാരഗ്രാഫാണ് ഇവിടെ വരുന്നത്. നിങ്ങളുടെ സങ്കല്പത്തിൽ എന്താണോ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയത്, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അപ്പം എന്താണ് തോന്നുന്നത്, ഏത് പാഠഭാഗമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഗാന്ധാരി വിലാപം. അപ്പോൾ ഗാന്ധാരി വിലാപത്തിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനിയിപ്പം ഇത് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു 10.1 ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഓർ ക്വസ്റ്റ്യനാണ് വരുന്നത്. അതിൽ ക്വസ്റ്റ്യൻ വരുന്നത്, കൂട്ടിലടക്കപ്പെട്ട കിളിയുടെ തീവ്ര ദുഃഖത്തേക്കാൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യാഭിലാഷത്തിൻ്റെ സൂചനകളാണ് വിട്ടയക്കുക എന്ന കവിതയിൽ തെളിയുന്നത്. അപ്പം ഇത് വിശദമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബി ആണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ബി എഴുതാം. നെക്സ്റ്റ് 10.2 എ ക്വസ്റ്റ്യനും ഉണ്ട്, ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഫസ്റ്റ് ചോദിക്കുന്നത്, ബഷീറിൻ്റെ സഹജീവി സ്നേഹം എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആണുണ്ടായിരുന്നു എന്ന പാഠഭാഗത്തെ എത്രമാത്രം വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കുഞ്ഞിപ്പാത്തുമ്മയെക്കുറിച്ച് പറയാം. അദ്ദേഹത്തിൻ്റെ പലതും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുൻനിർത്തിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത്, ജാതിമത ചിന്തകൾക്ക് അതീതമായ സ്നേഹം കടൽ തീരത്ത് എന്ന കഥയിൽ തീവ്രതയോടെ അവതരിപ്പിച്ചിരിക്കുന്നു, സമർത്ഥിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്, ജാതിമത ചിന്തകൾക്ക് അതീതമായ സ്നേഹം എന്ന് പറയുന്നത്, അതായത് ഈ ഒരു നമ്മുടെ വെള്ളായിയപ്പൻ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കണ്ടുണ്ണീൻ്റെ അടുത്തേക്ക് പോകുമ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാ മതസ്ഥരും അല്ലെങ്കിൽ എല്ലാ ജാതിയിൽപ്പെട്ടവരും അവരെ തീവ്രമായിട്ട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ നാട്ടിലുള്ളൊരു കുട്ടിയാണ് മരിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി 10.3 എ ക്വസ്റ്റ്യൻ വരുന്നത്, നല്ല അയൽപ്പക്ക ബന്ധങ്ങൾ സമൂഹ സുസ്ഥിതിക്ക് അനിവാര്യമാണ്. പാഠഭാഗത്തെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. അപ്പോൾ അയൽപ്പക്കം എന്ന ഉപനിഷത്ത് നിങ്ങൾ വായിച്ചതാണെങ്കിൽ അതിൽ നിന്ന് എന്തായാലും ചെറുതായിട്ടെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് കത്തി അടിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതും ആൻസറായിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വരുന്നത് ബി വരുന്നത്, കടങ്കഥകളുടെ ഭാഷാപരമായ സവിശേഷതകൾ ഉദാഹരണം സഹിതം വ്യക്തമാക്കുക. കടങ്കഥകളുടെ ഭാഷാപരമായിട്ടുള്ള സവിശേഷതകൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് അവസാന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. കടങ്കഥകൾ ബുദ്ധി വ്യായാമത്തിലൂടെ ഭാഷാ സാഹിത്യ പഠനത്തിന് സഹായിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രയോഗ ഭംഗി, അലങ്കാരം, ധ്വനി, വൃത്തം എന്നിവ കടങ്കഥകളിലുണ്ട്. പിന്നെ വിനോദത്തിലൂടെ ഭാഷാ പഠനം, കടങ്കഥകളിലെ ഭാഷാഭേദങ്ങൾ, അതൊക്കെ അതിനെയൊക്കെ കുറിച്ചിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടോട്ടലി ഒരു മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.